നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. 2021 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിനായി ഡൽഹിയും ഉത്തർപ്രദേശും പരിശീലനം നടത്തുകയാണ്. ഇന്ത്യൻ മുൻതാരം വിജയ് ദഹിയാണ് ഉത്തർപ്രദേശിൻ്റെ പരിശീലകൻ. ഡൽഹിക്കായി നൈറ്റ്സിൽ പന്തെറിഞ്ഞ ഒരു ബൗളർ വിജയെ ഭയപ്പെടുത്തി. തുടർച്ചയായി വിജയ് ആ ബൗളറെ നിരീക്ഷിച്ചു. പിന്നെ താമസിച്ചില്ല. അന്നത്തെ ലക്നൗ ഡയറക്ടർ ഗൗതം ഗംഭീറിൻ്റെ അരികിലേക്ക് വിജയ് എത്തി. താൻ ഡൽഹിയിലൊരു ഫാസ്റ്റ് ബൗളറെ കണ്ടെന്നും ഉടൻ നമ്മുടെ ടീമിലെത്തിക്കണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. 2022 IPL താരലേലത്തിൽ ലക്നൗ ടീം 20 ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് ആ യുവതാരത്തെ സ്വന്തമാക്കി. ഇത്തവണത്തെ IPLൽ പഞ്ചാബ് കിങ്സിനെതിരെ ആ ഫാസ്റ്റ് ബൗളർക്ക് അരങ്ങേറ്റത്തിന് അവസരമൊരുക്കി. മത്സരത്തിൽ പഞ്ചാബ് വിജയത്തിലേക്ക് നീങ്ങുന്ന സമയം ആ യുവതാരം പന്തെറിയാനെത്തി. അനായാസം റൺസടിച്ചുകൊണ്ടിരുന്ന പഞ്ചാബ് താരം ജോണി ബെയർസ്റ്റോ ഒന്ന് കുഴങ്ങി. ബൗളിങ്ങിന് സ്പീഡ് കൂടി വരുന്നതായി സംശയിച്ചു. അത് തിരിച്ചറിയും മുമ്പ് ബെയർസ്റ്റോ പുറത്തായി. പിന്നാലെ പ്രവിസ്മാൻ സിംഗും ജിതേഷ് ശർമ്മയും വീണു. അപ്പോഴേക്കും ലോക ക്രിക്കറ്റിനെ സ്പീഡ് കൊണ്ട് വിസ്മയിച്ചിട്ടുള്ള ബ്രൈറ്റ്ലിയും ഡെയിൽ സ്റ്റെയിനും വിറച്ചു. ഒരു 21-കാരൻ്റെ ഫാസ്റ്റ് ബൗളിങ്ങിൽ ക്രിക്കറ്റ് ലോകം കുലുങ്ങി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെയും ആ പേസ് ബൗളിങ്ങിൻ്റെ ആക്രമണമുണ്ടായി. മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ വരുന്ന പന്ത്. ഗ്ലെൻ മാക്സ്വെൽ എന്ന വെടിക്കെട്ട് ബാറ്റർ 0-ന് പുറത്തായി. കാമറൂൺ ഗ്രീന് പന്ത് കാണാൻ പോലും സാധിച്ചില്ല. അതിനു മുമ്പ് ഗ്രീനിൻ്റെ കുറ്റി തെറിച്ചു. പിന്നെ രജത് പാട്ടിദാറും മായങ്ക് യാദവിന് മുന്നിൽ കീഴടങ്ങി. പഞ്ചാബിനെതിരെ 155.8 കിലോമീറ്റർ സ്പീഡിലായിരുന്നു മായങ്ക് ഒരു പന്ത് എറിഞ്ഞത്. സീസണിലെ ഏറ്റവും വേഗതയേറിയ പന്ത്. പിന്നാലെ റോയൽ ചലഞ്ചേഴ്സിനെതിരെ മായങ്ക് സ്വന്തം റെക്കോർഡ് തിരുത്തി. ഇത്തവണ 156.7 കിലോമീറ്റർ വേഗത്തിലായിരുന്നു പന്തെറിഞ്ഞത്. ഇത്രനാൾ ഈ പേസ് വിസ്മയത്തെ ഒളിപ്പിച്ചു വെച്ചത് എന്തിനാണെന്ന ലക്നൗ സൂപ്പർ ജയൻസ് നേരിടുന്ന ചോദ്യം. പോലീസ് വാഹനങ്ങൾക്ക് ലൈറ്റുകളും സൈറണും നിർമ്മിക്കുന്നതാണ് മായങ്ക് യാദവിൻ്റെ പിതാവ് പ്രഭു യാദവിൻ്റെ ജോലി. തൻ്റെ മകൻ ക്രിക്കറ്റ് കളിക്കണമെന്ന് ആ പിതാവ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. മായങ്ക് ഒരു ഫാസ്റ്റ് ബൗളർ ആകണമെന്നാണ് പ്രഭു യാദവ് ആഗ്രഹിച്ചത്. കൃത്യമായ ഉറക്കം, ഭക്ഷണക്രമം, പരിശീലനം എന്നിവയിലൂടെ മായങ്ക് തൻ്റെ ബൗളിംഗ് കഴിവ് വളർത്തിയെടുത്തു. IPLൽ 2 മത്സരങ്ങൾ പിന്നിടുമ്പോൾ അയാൾ ഒരാഗ്രഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ ടീമിൽ കളിക്കുക. ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് ഷമിക്കും പിൻഗാമികളിൽ തിരയുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ്. ലോകോത്തര ബാറ്റർമാരെ വിറപ്പിക്കുന്ന 21-കാരൻ പറയുന്നു, എനിക്ക് അവസരം നൽകൂ, ഇന്ത്യൻ ക്രിക്കറ്റിനെ ഞാൻ ഉയരങ്ങളിലെത്തിക്കാമെന്ന്.